الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സൃഷ്ടാവായ റബ്ബിന്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്നോ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുകയാണോ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 4 ആളുകൾ ഒരപകടത്തിൽ മരണപ്പെട്ടു. ഈ 4 പേരുടെ ജനാസകൾ മറവ് ചെയ്യുന്നതിന് വേണ്ടി ഖബർസ്ഥാനിലേക്ക് എടുക്കുമ്പോൾ ഖലീഫ ഉമർ ഓരോ മയ്യത്തെടുക്കുമ്പോഴും വജബത്ത് 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 എന്ന് പറഞ്ഞു. തീരുമാനമായി തീരുമാനമായി തീരുമാനമായി. 3-ാമത്തെ ജനാസ എടുത്തു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിലുള്ള ചെറുപ്പക്കാരനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഖലീഫ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ മറുപടി അല്പം വിശദീകരിച്ചിട്ടാണ് തന്റെ അനുയായിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനടങ്ങുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ഞങ്ങൾ വഴിയോരത്തിരിക്കുന്ന സമയത്ത് മർറൂബി ജനാസ, ഒരു ജനാസയെ കൊണ്ട് ആളുകൾ നടന്നുപോയി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ജനാസ കൊണ്ടുപോയപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, അത് ആരുടെ ജനാസയാണ്, ആരാണ് മരണപ്പെട്ടത്? ആ ചോദ്യത്തിനുള്ള മറുപടി, അദ്ദേഹം ഇന്ന ഗോത്രത്തിലെ ഇന്നയാളുടെ മകനാണ്. ആ സദസ്സിലുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അയാൾ നല്ല മനുഷ്യനെന്ന്, അയാൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായിരുന്നു എന്നതാണ് മറുപടി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനമായി തീരുമാനമായി തീരുമാനമായി. അല്പനേരം കഴിഞ്ഞു മറ്റൊരു ജനാസയെ കൊണ്ടുകൂടി വമുറൂബി ജനാസത്തിൻ ഉഖ്റ, മറ്റൊരു ജനാസയെ കൊണ്ടു അതിലാളുകൾ നടന്നു നീങ്ങുന്നുണ്ടോ? അതേ ചോദ്യം ആവർത്തിക്കുന്നു. ഇത് ആരുടെ മയ്യിത്താണ്, ആരുടെ ജനാസയാണോ? ഇന്നാലിന്നയാളുടേതാണ് എന്ന് പറഞ്ഞ ഏതോ ഗോത്രത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അയാൾ മരിച്ചോ? അയാൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നവനായിരുന്നു, പ്രയാസപ്പെടുത്തുന്നവനായിരുന്നു, നാവുകൊണ്ടും ശരീരം കൊണ്ടും ജനങ്ങൾക്ക് ഉപദ്രവമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനമായി 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 എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ചാടിയണീറ്റ് പ്രവാചകന്റെ കൈ പിടിച്ചു ചോദിച്ചു അത്രേ, റസൂലേ, ആദ്യത്തെ മയ്യത്തിനെ കൊണ്ടുപോയപ്പോഴും രണ്ടാമത്തെ മറ്റൊരു ജനാസയെ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ തീരുമാനമായെന്ന് പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടിയിൽ കാണാം, യാ ഉമർ, മന്നഥിനു അലൈഹാ ബിഖൈർ, നിങ്ങൾ നന്മ കൊണ്ട് പുകഴ്ത്തിയവന് ഓർത്തെടുത്തവന് വജബത്തു ലഹുൽ ജന്ന, സ്വർഗം തീരുമാനമാണ്. മന്നഥിനു അലൈഹാ ബിശർ, നിങ്ങൾ തിന്മ കൊണ്ട് തെറ്റുകളെ കൊണ്ട് ഓർത്തെടുത്തവനോ നരകവും തീരുമാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ് ഹദീസിലുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം. മരണം അതെപ്പോഴാണെങ്കിലും എന്നെയും നിങ്ങളെയൊക്കെ പിടികൂടും. സമയവും നേരവും സാഹചര്യവുമില്ല. നിശ്ചയിച്ചാവധി എവിടെയാണോ അവിടം വിട്ട് ആ സമയത്ത് നമ്മൾ പിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താനായി അല്ലെങ്കിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ വലിച്ചെറിഞ്ഞ മാതൃത്വത്തെ പോലും സംശയിക്കേണ്ടി വരുന്ന പുതിയൊരു കാലഘട്ടത്തിൽ സ്വന്തം അമ്മയോടൊപ്പം സന്തോഷത്തോടുകൂടി വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ഫുട്പാത്തിലേക്ക് കയറി വന്ന കാറിനടിയിൽപ്പെട്ട് തൻ്റെ ഉമ്മ ചതഞ്ഞരയുന്നത്, ഉമ്മ ലോകത്തോട് ഉമ്മയുടെ റൂഹ് വേർപിരിയുന്നത് നേരിൽ കണ്ട 3 വയസ്സുകാരി മറ്റൊരു നൊമ്പരമാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് മരണത്തെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ളവർ നമ്മെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ്, അദ്ദേഹത്തിന്റെ വാചകം അവസാനിപ്പിച്ച ഹദീസിലുള്ളത്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ് എന്നാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷി പറയുന്നവരും നമുക്കെതിരെ ജനങ്ങളും സാക്ഷി പറയും, ഇങ്ങോട്ടും അങ്ങോട്ടും സാക്ഷി പറയുന്നവരാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നിർവഹിച്ചു എന്നതിന്റെ സാക്ഷിത്വം പറയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. ഇബ്രാഹിം നബി തന്റെ ദൗത്യം നിർവഹിച്ചതും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദൗത്യം നിർവഹിച്ചതും ഈസാ പ്രവാചകൻ ദൗത്യം നിർവഹിച്ചതും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിത്വം പറയുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. നമ്മളും സാക്ഷി പറയേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ജനാസ പോകുമ്പോൾ ആളുകൾ എന്ന് പറയുന്ന, ഇപ്പൊ മരിച്ച 4 അയൽപ്പക്കക്കാർ, നമ്മളുമായി ഇടപഴകിയ 4 ആൾക്കാരോട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് അയാളെ പറ്റി പറയാനുള്ളതെന്ന്. നമ്മുടെ മനോഗത ഉണ്ടല്ലോ, ഒരാൾ മരണവാർത്ത കേൾക്കുമ്പോൾ മനോഗത ഉണ്ടല്ലോ, അതെന്താന്ന് പരിശോധിക്കുന്നതാണ്. നമുക്ക് നന്മ മാത്രമേ അറിയാനുള്ളൂ, നന്മയാണ് നമ്മളെപ്പറ്റി സഹജീവികൾ ഓർക്കുന്നതെങ്കിൽ അള്ളാഹു പറയുമത്രേ, ഖബീൽതു ഷഹാദതക്കും, നിങ്ങളുടെ സാക്ഷിത്വം ഞാൻ സ്വീകരിച്ചു, വഗഫർതു ലഹു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാതെ അവൻ ചെയ്തതൊക്കെ ഞാൻ പുറത്തു കൊടുത്തു എന്ന് അള്ളാഹ് പറയുന്നതാണ്. ഇനിയാണ് പ്രശ്നം, എന്തറിയോ? ഇപ്പൊ എടവണ്ണ മഹല്ല്, നമ്മൾ വർഷങ്ങളുടെ പാരമ്പര്യം, കേരളത്തിന്റെ മുക്കുമൂലകളിൽ എടവണ്ണ എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു വികാരമുണ്ട്. ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോൾ എനിക്ക് നേരിട്ട് ഇപ്പം അനുഭവിച്ചതാണ്, അതുകൊണ്ട് പറയാൻ കാരണം. പിന്നെ എടവണ്ണ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് ഒരുപക്ഷെ ജനലക്ഷങ്ങളിലേക്ക് തൗഹീദ് എത്തിക്കുവാൻ കാരണമായ നമ്മുടെ പ്രിയപ്പെട്ട പ്രപിതാക്കൾ ഈ പള്ളിയുടെ ചുറ്റുപാടുമോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പള്ളിയുടെ ചുറ്റുപാടുമുള്ള ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരടുത്ത തലമുറയാണ് നമ്മൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും അദ്ദേഹത്തിന്റെ ഓർമ്മകളയവിറക്കി അവസാനത്തെ ഹജ്ജ് വിമാനവും പറന്നുയരാൻ, രാജ്യത്ത് നിന്ന് പറന്നുയരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരുപാട് പ്രാർത്ഥനകൾക്കിടയിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്ന വരികളുണ്ടോ? അദ്ദേഹം പ്രാർത്ഥിച്ച ചില വരികൾ സൂറത്തു ഷൂറായിലെ 83-84 വാചകങ്ങളാണ്.
ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അവിടെ അല്ലാഹുവിനോട് അദ്ദേഹം പറയണേ, റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബിലീ ഹുക്മൻ, എനിക്ക് നീ വിജ്ഞാനം നൽകണം, വിവേകം നൽകണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലവരോടൊപ്പം നീ എന്നെ ചേർക്കുകയും ചെയ്യണേ, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എനിക്ക് കാലശേഷം, എന്റെ കാലശേഷമുള്ള ആളുകൾക്കിടയിൽ ലിസാനു സിദ്ഖ് എനിക്ക് നൽകണം, നല്ല വർത്തമാനം, സത്യസന്ധമായ വാക്കുകൾ എന്നെ പറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാ. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ഇസ്മായിൽ പ്രവാചകനെയും അതുപോലെ ഹാജറ ബീവിയൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ നമ്മുടേതായ ബലിപെരുന്നാളും ഉദുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുകയാണല്ലോ. ഈ പ്രാർത്ഥന ഒന്ന് നമ്മളിലേക്ക് ചേർത്ത് വായിച്ചു നോക്കി. നമ്മളിപ്പം മരിക്കുകയാണ്. ഞാൻ തുറന്നു പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഒരാഴ്ച മുമ്പേ, കഴിഞ്ഞ ചൊവ്വയാണോ ബുധനോ എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ സഹോദരിമാര് വിളിച്ചിട്ട് ഇടവണ്ണ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ വന്ന് തിരിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയിരുന്നു. ഒരു മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം വന്ന് എനിക്ക് ഇടവണ്ണ എന്നുള്ള വികാരം കൊണ്ട് വന്നതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഇടവണ്ണയിലും പരിസരത്തിലുള്ള 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ +1 +2 ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന 190ഓളം പെൺകുട്ടികളാണ് മുമ്പിലുണ്ടായിരുന്നത്. അവരുമായി ഏറെക്കുറെ 2 മണിക്കൂറുകളോളം സംവദിച്ച്, അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് കിട്ടിയ വിവരമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമികമായ ചില കാഴ്ചപ്പാടുകൾ ആ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അത് എന്നെ ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നിട്ടും അത് ക്യാൻസൽ ചെയ്ത് പ്രിയപ്പെട്ടവർ ഷാഹിദ് മൗലവി ഇല്ലങ്ങൾ ജുമക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരാൻ തീരുമാനിച്ചത് പറയണമെന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മളെ റൂം പഠിച്ചവൻ എപ്പോഴേലൊക്കെ പിടിക്കുമല്ലോ. എന്നറിയോ, 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോണിന്റെ ആവശ്യം എനിക്കതിന്റെ യുക്തി മനസ്സിലായിട്ടില്ല. 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിന്റെ കയ്യിൽ മൊബൈൽ കൊടുക്കേണ്ടതിന്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു അധ്യാപകനാണ്. എന്താണ് അതിന്റെ ആവശ്യകത? പക്ഷെ അതിന്റെ ഒരു മറുവശം അന്വേഷിച്ചു പോയപ്പോ വളരെ വലിയ വേദനിപ്പിക്കുന്ന ചില വാർത്തകളുണ്ട്. അത് ഞാൻ പങ്കുവെക്കാം. നമ്മളിപ്പം മരിച്ചാലേ നമ്മുടെ തലമുറ എന്താ നമ്മളെ പറ്റി പറയാ? കേരളത്തിന്റെ മുക്കുമൂലകളിൽ ജനലക്ഷങ്ങൾക്ക് മലയാളികൾക്ക് തൗഹീദ് എത്തിക്കുവാൻ കാരണമായ മഹാരഥന്മാരായ പണ്ഡിതന്മാരും മരണപ്പെട്ട് കിടക്കുന്ന മണ്ണിന്റെ ചുറ്റും ഉള്ള ഒരു പള്ളിയിലാണല്ലോ നമ്മളുള്ളത്. നമ്മുടെ പിൻതലമുറയിൽ അള്ളാഹുവിന്റെ ദീൻ പച്ചയായി തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലയും ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാൻ പറ്റിയ ആരുണ്ട് എന്നതൊരു ചോദ്യമാണ്. ഈ പുതിയ തലമുറയിൽ ഒരു 45 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു 40-ന് താഴെ ലാ ഇലാഹ ഇല്ലല്ലയും തൗഹീദും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടോ പരിസരങ്ങളിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമല്ലേ. അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ അബദ്ധമാണ്, പ്രയാസമാണ് നമ്മളിപ്പോൾ അനുഭവിക്കണമെന്നുള്ള. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളത് ആലോചിച്ച് പഠിച്ചോ. എന്റെ പിൻതലമുറയിൽ നമ്മളെ മയ്യത്തിങ്ങനെ ആൾക്കാർ കൊണ്ടുപോട്ടോ, ഇടവണ്ണ വരും, ഇവിടെ 10,000 ചിലപ്പോൾ ഒരുമിച്ചോടും ജനാസംസ്കാരത്തില്. എന്താണ്ടാവും അറിയോ? ഒക്കെ പറയും നല്ല മനുഷ്യനേന്നു, പള്ളി കമ്മിറ്റിയിൽ അങ്ങനെയാന്നു, ഇടവണ്ണ മഹല്ലിലേന്നു, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്താ ചെയ്യാ? പേരക്കുട്ടികളെ കഥ കണ്ടോ? മക്കളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. മൂപ്പര പെൺകുട്ടിന്റെ കോലം കണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. വെറും പാൻറ് ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് ഏതെങ്കിലും ഒരു ഷാള് ഇങ്ങനെ ചുറ്റിയാല് ഇസ്ലാമിന്റെ വേഷമായി ആര് പഠിപ്പിച്ചെന്നതാ? നിങ്ങൾ സ്വയം ആലോചിച്ച്. ആരെയും മഞ്ഞ് കണ്ട അവനവനവൻ എന്നെ മുന്നിൽ കണ്ടിട്ട് ഈ വാക്കുകൾ ആലോചിച്ചത്. എന്നെ ഓരോരുത്തരെയും വ്യക്തിപരമായി അവനവന്റെ കുടുംബത്തിലേക്ക് എത്തിക്കണ്ടേ. ആരാന്റെ കുടുംബത്തിലേക്ക് എത്തിയോക്കണ്ട, അവനവന്റെ കുടുംബത്തിലേക്ക്. എന്റെ ജനാസ എടുക്കണ സമയത്ത് എന്താ നമ്മളെ പേരക്കുട്ടികളുടെ അവസ്ഥ? കോളേജിൽ പോണ കുട്ടികളുടെ അവസ്ഥ എന്താ? ഇനി ഒരു ഈദ്ഗാഹ് നടത്തണേ, ആ ഈദ്ഗാഹ് പങ്കെടുക്കണ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിക്കും. പാൻറ്റും ടീഷർട്ടും ഇട്ടും കണ്ട് ഒരു ചുറ്റിയാൽ ഇസ്ലാമിക വേഷമായ മുതിർന്ന പെൺകുട്ടികളത്, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ മെൻസസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടി പരസ്യമായി കുളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക വിധി. പരസ്യമായിട്ട് കടപ്പുറായാലും വേണ്ടില്ല, വെള്ളച്ചാട്ടമായാലും വേണ്ടില്ല, അന്യപുരുഷന്മാർ കാണിക്കാൻ അവൾക്ക് വെള്ളം നനയാനുള്ള അനുവാദമല്ല. ഇത് നമ്മൾ കാറെടുത്ത് കടപ്പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ടൂറ് പോവുകയാണ് വെള്ളച്ചാട്ടത്തിനടക്ക്, നമ്മളെ ഭാര്യ അടക്കമുള്ള പോലെ അടക്കം പരസ്യമായിട്ട് മറ്റുള്ള ആളുകൾ കാണേ നനയാ ഒരു മടിയില്ലാത്തടത്തേക്ക് നമ്മുടെ തലമുറ വരുന്നുണ്ട്. റീല് നിർമ്മിക്കാൻ ബാപ്പന്നെയാണ് ഫോട്ടോ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാക്കാരം അല്ലെങ്കിൽ സംഘടനയുടെ നേതാവാക്കാരം റീലിട്ട് കൊടുക്കാൻ, വീഡിയോ എടുത്ത് കൊടുക്കണേ നമ്മളാക്കാരം. ആ വീഡിയോ ആണ് കുട്ടി പോസ്റ്റ് ചെയ്യണത്. എന്ത് ഇസ്ലാമികമായ മാനാണുള്ളത്?
ആലോചിക്കാൻ ഒരുപാടുണ്ട്. നമ്മളിപ്പോ മരണപ്പെട്ടു പോയാൽ നമ്മുടെ തലമുറയെ പറ്റി നമ്മുടെ പിൻഗാമികൾ എന്താലോചിക്കുമെന്നുള്ളത് ഗുരുതരമായ ചില ചിന്തകൾക്ക്, ഗൗരവകരമായ ചില ചിന്തകൾക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ നാളെ പിൻതലമുറ എന്നെ പറ്റി എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ടേ എന്തൊക്കെ ത്യജിച്ചെന്നറിയോ. ഒരിക്കൽ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ, അവരുടെ കുട്ടികൾ തമ്മിൽ അടിപിടി കൂടിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്ന പരിഹാരത്തിൽ മുഹാജിർ യാലൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ ഒരുമിച്ച് കൂടി, യാലൽ മുഹാജിർ, മുഹാജിറുകളെ നിങ്ങൾ ഒരുമിച്ച് കൂടി. രണ്ടു കൂട്ടരും കക്ഷികളായി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കുമ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചു? ദഅവൽ ജാഹിലിയ, ജാഹിലിയത്തിലെ വാദങ്ങളുമായിട്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കാട്ടോ. തിരുത്തുമ്പോ മുനാഫിക്കുകളുടെ നേതാവ് ഉബയ്യ് ഇബ്നു സലൂൽ അത് ഇഷ്ടായില്ല. അയാൾ അവിടെ പോയി കണ്ട് അതും ഇതൊക്കെ പറഞ്ഞ്, ആ സമയത്താണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങണത്, ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ മദീനയിലുള്ള ഇസ്സത്തുള്ളവർ അതല്ലുള്ള മുഹാജിറുകളെയാണ് അവർ ഉദ്ദേശിച്ചതോ ചവിട്ടിപ്പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവർ പറഞ്ഞപ്പോ അതിന് മറുപടിയായിട്ടാണ് സൂറത്ത് മുനാഫിക്കുകളിലെ അള്ളാഹുവിനാണ് ഇസ്സത്ത്, റസൂലിനാണ് മുഅ്മിനുകൾക്കാണ് എന്നുള്ള ആയത്തിറങ്ങിയിട്ടുള്ളത്. അന്ന് ആ സംഭവം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഉമർ പറഞ്ഞു, നബിയെ നിങ്ങളും പിടി, ഞാൻ അവന്റെ തല ഞാൻ വെട്ടിക്കോളാം. ആരെ? ഉമർ റളിയല്ലാഹു അൻഹു പറയണേ, ഉബയ്യ് ഇബ്നു സലൂലിനെ വിട്ടുതാ, ഞാൻ വെട്ടിയേക്കാം, അവന്റെ തല ഞാൻ അറുത്തോളാം, താങ്കളെ വേദനിപ്പിച്ചവനെ ഞാൻ വിട്ടേക്കൂല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ അവനെ വിട്ടേക്ക്, അവനൊന്നും ചെയ്യണ്ട. ലാ യതഹദ്ദസു നാസ് അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബ, മുഹമ്മദ് സ്വന്തം അനുയായികളെ കൊന്നു എന്ന് പറയുന്നത് ഇഷ്ടല്ല എനിക്ക്. നോക്കി, ഇസ്ലാമിനും മുസ്ലിമീങ്ങളും തമ്മിൽ തല്ലിച്ച് തീരുമാനാക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ അക്രമിയെ കൊല്ലാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും തന്റെ അനുയായികൾ നാളെ വരുന്ന തലമുറയിൽ മുഹമ്മദ് അനുയായികളെ കൊന്നവനാണെന്ന് പറയുന്ന വർത്തമാനം കാണാൻ കേൾക്കാൻ എനിക്കിഷ്ടല്ല. പള്ളിയിൽ മൂത്രമൊഴിച്ച ആ ആറാബിയെ ഉപദ്രവിക്കേണ്ട വിട്ടേക്കെന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈതികാഫിരിക്കണം. ഈതികാഫിരുന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു ഭാര്യ സൊഫിയ. ഭാര്യമാരെ ഏത് ഭാര്യയാണെന്നുള്ള ചില റിവായത്തുകളിൽ മറ്റു ചില പരാമർശങ്ങളുണ്ട്. ഭാര്യ ഈതികാഫിന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കരിച്ചിട്ട് ഭാര്യയെ അങ്ങോട്ടാക്കി പോവുകയാണ്, എങ്ങോട്ട് വീട്ടിലാക്കി കൊടുക്കുകയാണ്, അദ്ദേഹത്തെ അവരുടെ എവിടെയൊക്കെ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നടന്നു പോണ സമയത്ത് നബിയും ഭാര്യയാണ് പോണത്. ഇരുട്ടാണല്ലോ, ഇരുട്ട്. അപ്പൊ രണ്ടാൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഈ രണ്ടാൾക്കാർ നബിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒപ്പമുള്ള പെണ്ണേതാന്ന് അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകണില്ല. ഒന്ന് പ്രവാചകത്തിമാര് മൂടുപടം ഇരിക്കുമല്ലോ, അതുകൊണ്ട് ആരാന്ന് തിരിച്ചറിയാത്തോണ്ട് അവരെന്ത് ചെയ്ത് പെട്ടെന്നാണ് പോയി. നബിനാണ് കണ്ടോടി പെട്ടെന്നാണ് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലരിസിലിക്കുമാ, നിൽക്കുക അവിടെ, എവിടെയാണോ നിങ്ങൾ അവിടെ നിൽക്കണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി, ഇന്നഹ സഫിയ ബിൻത് ഹുയൈ, ഇത് എന്റെ ഭാര്യ സഫിയാണ്, എന്റെ ഭാര്യ സഫിയാണ്. അപ്പൊ ഈ രണ്ടാളും പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാ നബി നമ്മളോട് പറയുന്നത്? നിങ്ങളെ നമ്മൾ സംശയിക്കുവോ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാൻ മജ്റദ്ദം വഇന്നി ഖശീതു യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറാ. പിശാചി രക്തോടിനോടത്തൊക്കെ ഉണ്ട്. കുറച്ചാൾ പോയാൽ കേൾപ്പം നിങ്ങൾ പറയും, മുഹമ്മദ് നബി ഏതോ ഒരു പെണ്ണായിട്ട് പോണ കണ്ടു എന്ന് പറഞ്ഞാൽ മതി, ഏതോ ഒരു പെണ്ണായിട്ട് പോണ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. പിന്നെന്തായി? ആരോപണം വേറെയായി മാറി. അതുകൊണ്ട് ഇത് എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യ സൊഫിയയാണ് എന്നിട്ട് അഥവാ സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ബാബിന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഹെഡിങ് കൊടുത്ത്, ബാബു ബയാൻ അന്നഹു യുസ്തഹബ്ബു ലിമൻ റഅ ഖാലിയൻ ബിഇംറത്തി വകാനത സൗജ ഔ മഹറമൻ ലഹു അൻ യഖൂല ഹാദി ഫുലാൻ യദ്ഫഅലന്ന സൂഅൻ അവനിൽ നിന്ന് ഒഴിവാക്കാൻ, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ. ഇത് വിശദീകരിക്കൽ ബാധ്യതയാണെന്നാണ് ബാബിന് ഹെഡിങ് കൊടുത്തത്. ഇത് നമ്മുടെ ബാധ്യത. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പം മരിച്ചാൽ നമ്മളെ തെറ്റിദ്ധാരണ ഒറിജിനൽ ധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ തലമുറ, നമ്മുടെ പിൻതലമുറ നമ്മളെ സംബന്ധിച്ച് എന്ത് ചിന്തിക്കുന്നു? ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയല്ലോ അല്ലേ? ജയിലിൽ പോകേണ്ട തെറ്റെന്ത് ചെയ്ത്? യൂസുഫ് നബി ജയിലിൽ പോകേണ്ട തെറ്റെന്ത് ചെയ്ത്? ചെയ്തിട്ടില്ല. പക്ഷേ റബ്ബി, എന്റെ രക്ഷിതാവ് ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അവർ വിളിക്കുന്നതിനേക്കാൾ ഉത്തമം എനിക്ക് നേരം. കാരണം ഞാൻ ജയിലിലല്ലെങ്കിൽ വീണ്ടും വഴി തെറ്റിക്കപ്പെടും.
ജയിലിലല്ലെങ്കിൽ വീണ്ടും ഈ പെണ്ണുങ്ങളിന്റെ പിന്നാലെ കൂടും, ഈ സ്ത്രീകൾ എന്റെ പിന്നെ. ജയിലിലാവുമ്പോ ആരും പേടിക്കണ്ട, എനിക്കെന്റെ സുരക്ഷിതമായ ജീവിതം. ജയിൽവാസം അനുഭവിക്കേണ്ടവനല്ല യൂസുഫ് നബി. പക്ഷെ ജയിൽവാസം ഏറ്റെടുത്തത് തന്റെ ജീവിതത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇനി വരരുതേ എന്നാഗ്രഹമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായത്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് സൂചിപ്പിച്ചില്ലേ, വമാ യുലഖഹ ഇല്ലല്ലദീന സബറു വമാ യുലഖഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം. ഈ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തില് ജീവിച്ച് നല്ലവനായി മരിക്കാൻ കഴിയണമെങ്കിൽ അത് ഒന്ന് ഭാഗ്യം ഉണ്ടാവണം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം, ക്ഷമയും ഉണ്ടാവണമെന്നാണ്. ആ ക്ഷമ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ അർറജുലു അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങളിൽ ഒരാൾ അവന്റെ ദീനിന്റെ സഹോദരന്റെ ദീനിലാണ്, മതത്തിലാണ്. അവന്റെ സ്വഭാവവും സംസ്കാരവും സുഹൃത്തിനും കൂട്ടുകെട്ടിനും ബന്ധങ്ങൾക്കും അനുസരിച്ചാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ പഠിക്കണം, നിങ്ങളെ തന്നെ മനസ്സിലാക്കണം, ആരോടൊപ്പമാണ് നിങ്ങൾ കൂട്ടുചേരുന്നത് എന്ന് പഠിക്കണം എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, വിശ്വാസികളോട്, നമ്മുടെ വീട്, സാഹചര്യം, കുടുംബം, നമ്മൾ ഇടപഴകണത്, ഇടക്കൊക്കെ ഒരു ടൂറിന് പോയി ഊട്ടിയിൽ വെച്ചിങ്ങാണ്ട് ഒന്നടിച്ചാൽ, എനിക്ക് അറിയാം, നമ്മളിവിടുത്തെ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഈ പരിസരത്തുള്ള കേട്ടോ, ഒരിക്കൽ ഊട്ടിയിൽ വെച്ച് നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള ഒരു സുഹൃത്തിനെ അവിചാരിതമായി കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കണ്ട്, ഇത് അവിടുത്തെ ആൾ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കുക. ഒരു മുസ്ലിമായ ഒരു അധ്യാപകൻ ഫോട്ടോ അയച്ചു തന്നത് ഓർമ്മയുണ്ട്. ആണുണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല നമ്മൾ കയ്യും കെട്ടിയൊക്കെ ചിലപ്പോൾ നടക്കും നാട്ടുകാർക്കടിയിൽ. നമ്മളെ വ്യക്തിത്വം നമുക്കാണല്ലോ അറിയാം, നമ്മളെ കൂട്ടുകാർ മാത്രം അറിയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ മുസ്ലിമാണെന്ന് നമ്മൾ ആദ്യം ഉറപ്പിച്ച്, എൻ്റെ കുടുംബമോ എൻ്റെ കൂട്ടോ ഞാൻ ദീനിന്റെ മാർഗത്തിലാണെന്ന് ഉറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീത്ത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ അസ്സലഹു, അള്ളാഹു തന്റെ അടിമക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. അസ്സലഹു, അവനെ കുളിപ്പിക്കുന്നതാണ്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ വമാ അസ്സല, എന്ത് കുളിപ്പിക്കുന്ന നിങ്ങൾ ഈ പറയണേന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ മൗതി, അവന്റെ മരണത്തിന് മുമ്പ് സൽക്കർമ്മത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഹത്താ യർള അൻഹു മൻ ഹൗല, ചുറ്റുപാടുള്ളവർക്ക് തൃപ്തി ഉണ്ടാവുകയാണ്. നമ്മുടെ മയ്യത്ത് ഇടവണ്ണയിലും പരിസരത്തും വരുമ്പേ ആൾക്കാർ വരേണ്ട എന്തിനാണെന്നറിയോ? അതിന്റെ കുടുംബാണെന്ന് കരുതിയിട്ടല്ല, എന്റെ ബന്ധുവാണെന്ന് കരുതിയിട്ടില്ല, എന്റെ ബാപ്പയാണ് വല്ലുപ്പയാണെന്ന് കരുതിയിട്ടല്ല, എന്റെ ഭർത്താവാണെന്ന് കരുതിയിട്ടല്ല, എന്റെ മകളുടെ കുടുംബാണെന്ന് കരുതിയിട്ടല്ല. ഇയാള് നല്ലവനാണ്, ഇയാളുടെ കർമ്മം നല്ലതാണ്, ഇയാള് നല്ലവനായ ജീവിയാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്, തൗഹീദിന്റെ മാർഗത്തിൽ ജീവിച്ചവനാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പ്രമാണമായി കൊണ്ടു നടന്നവനാണ്, അള്ളാന്റെ ദീനിൽ ഹലാലായത് ഹലാലും ഹറാമായത് ഹറാമുമാണെന്ന് മനസ്സിലാക്കി അവിടെ ആരെയും ഭയപ്പെടാതെ ജീവിച്ചവനാണ് എന്ന് പറഞ്ഞു നമ്മളെപ്പറ്റി നല്ലതാലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച അത് ലോകമാന്യതയായി. അങ്ങനെ ജനങ്ങൾ ഇതിനെപ്പറ്റി പറയട്ടെ എന്ന് കരുതാൻ. പക്ഷെ നല്ലവനായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ചില വർത്തമാനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മളെ കുളിപ്പിക്കുമ്പേ ജനങ്ങളെ ചുറ്റോറുള്ളത് തൃപ്തരാണോ എന്നുള്ളത് പഠിക്കണം, നല്ലതാ. കാരണം എന്താ അറിയോ, ഒരിക്കൽ നബി വീട്ടിലിങ്ങനെ നിൽക്കട്ടോ, അപ്പൊ വാതിൽമ ഒരാളിങ്ങനെ തട്ടി വിളിച്ച്, ആ തട്ടി വിളിക്കൽ കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിലൂടെ ആളെ തിരിച്ചറിഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ബീസ അഖുൽ അഷീറ, അഖുൽ അഷീറ എത്രയോ മോശം, അഖുൽ അഷീറ മോശം. എന്നിട്ട് പോയിട്ട് വാതിൽ തുറന്നു കൊടുത്ത് ഈ മനുഷ്യനോട് കുറെ നേരം സംസാരിച്ചിരുന്നു. ഇയാൾ തിരിച്ചുപോയി, അയാൾ മുനാഫിക്കായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മുർത്തദായിട്ട് മരിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആയിഷ ബീവി വന്നിട്ട് വെച്ചു, നബിയെ, ആ മനുഷ്യൻ വാതിൽക്ക് വന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിച്ചല്ലോ, ഇഷ്ടക്കേട് കാണിച്ച്. അതേ മനുഷ്യരായിട്ട് പിന്നെ എത്ര മണിക്കൂറാങ്ങൾ സംസാരിച്ചിരുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ആയിഷ, സംഗതിയൊക്കെ ശരിയാണ്, നീ എന്നെ തെമ്മാടിയായി തോന്നിവാസിയായി ആളുകളെ ചീത്ത പറയുന്നവനായി എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹ് യൗമൽ ഖിയാമ മൻ തറക്കഹു നാസു ഇത്തികാശദി, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളതോ മന്നൊരുത്തനാണ് തറക്കഹു നാസു, ജനങ്ങൾ അയാളെ ഉപേക്ഷിച്ചു, ഇത്തികാശദി
ഷെറും ആലോചിച്ചിട്ട് നമ്മളെടുത്തുനിന്നുള്ള ശാരീരികവും നമ്മളെടുത്തുനിന്നുള്ള നാവ് കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ആലോചിച്ചിട്ട് ജനങ്ങൾ നമ്മളെടുത്തുനിന്ന് ഒഴിവായി പോവാ. അതിൽ വേറെ സംഭവം കൂടി ഉണ്ട്. ഈ മനുഷ്യൻ മുഖാമുഖം വന്നപ്പോ നബി നല്ല നിലക്കാ പ്രവർത്തിച്ചു കേട്ടോ. എന്നാ അയാളില്ലാത്ത സമയത്താണ് പ്രവാചകൻ എന്ത് ചെയ്യുക? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ജുർഹുവത്ത് അഅദീൽ എന്ന് പറയുന്ന ഹദീസ് നിദാന ശാസ്ത്രത്തിലെ റാവിമാരെ സംബന്ധിച്ചുള്ള ന്യൂനതകൾ പറയാനുള്ള അനുവാദം വരെ പണ്ഡിത ലോകത്തിനു മുമ്പിൽ വിധി എഴുതിയിട്ടുള്ളത്. ആ മനുഷ്യൻ അടുത്തു വന്നപ്പോൾ അല്ലാൽക്കാണേലും വിട്ടുന്നപ്പോഴാണ് പ്രവാചകന് അയാളിൽ ഉപദ്രവകാരിയാണ് സമൂഹത്തിനെന്ന് പ്രവാചകൻ ഒരാളെ പറ്റി സർട്ടിഫിക്കറ്റ് ചെയ്ത് പിന്നെ കണക്കാണ്. നമ്മളെ പറ്റി നമ്മളെപ്പോഴുള്ള ആൾക്കാരെന്താ പറയുന്നതെന്ന് ആലോചിക്കണം കൂട്ടരെ. അതാലോചിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിം ആകുക, യഥാർത്ഥ ഇസ്ലാമിന്റെ കൾച്ചറിലേക്ക് വരിക. കുടുംബങ്ങളെ, ഭാര്യ, മക്കള്, ജീവിത രീതി എല്ലാം ദീനിന്റെ ഒപ്പാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയ ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസികൾ എന്ന നിലക്ക് ഒരുപാട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന മക്കളും പേരമക്കളുമൊക്കെ ഇസ്ലാമികമായ കൾച്ചർ, ഇസ്ലാമികമായ വിശ്വാസാചാര രംഗത്ത് അവരുടെ നിലപാടുകൾ, അത് വസ്ത്രധാരണ രീതിയിലാവാം, പെരുമാറ്റങ്ങളിലാവാം, സാമ്പത്തികമായ സമ്പത്ത് ശേഖരിക്കുന്നിടത്താവാം, എല്ലാം ഒരാത്മാർത്ഥമായ പരിശോധനക്ക് നമ്മൾ വിധേയരാവുകയും എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി മരണപ്പെട്ടു പോകുമ്പോൾ പേരോടുകൂടി ലോകത്തോട് വിടയെല്ലാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ ചരിത്രത്തിൽ ഇസ്മായിൽ നബിയെ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായ ഒരു ബാപ്പ, അതന്നെ ഏത് മകൻ എത്രയോ കാലങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായ ബാപ്പ, ആ ബാപ്പയെ പറ്റിയുള്ള സ്മരണ ചരിത്രമൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഉദയത്തിന് തയ്യാറാവും. എങ്ങനെ ഇപ്പോൾ ഉദയത്തിന് തയ്യാറായാലും അറിയോ? എല്ലാ പള്ളിക്കും ആദ്യം ഒട്ടുന്ന ബോർഡ് ഏതാണെന്നറിയോ? ഷെയർ 9500. ഞാൻ പോയി ഈ വെക്കേഷന് ചുരുങ്ങിയതൊരു 10-100 പള്ളികളെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലായിടത്തും ഉണ്ടാവും 10,000 റുപ്യ ഷെയർ, 9500 ഷെയർ. മനസ്സിലായോ? നമ്മളെന്താ വിചാരിക്കണറിയോ? നമ്മളെല്ലാ ആൾക്കാരും ഈ തെക്കൻ ഉത്തരേന്ത്യയിലൊക്കെ ഞാൻ ജീവിക്കുന്ന സമയത്ത് എനിക്കറിയാം, തെരുവുകളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തെരുവുകളിൽ ടാർപ്പായി കെട്ടിയ ടെന്റുകളിൽ ജീവിക്കണോല് ഓല് ഉദ്ഹിയത്ത് ബലിപെരുന്നാളിന്റെ സമയത്ത് കാണാം കുർബാനി എന്നാ പറയാ ബലിദാനത്തിന് വേണ്ടി കൊണ്ട് ഒരാടിന് വേണ്ടി ഉടനെ അവരെ വളർത്തും. ഇത് വീടില്ല താമസിക്കാം, പക്ഷെ ഒരു ആടിനെ ബലി കൊടുക്കും ഒതുയത്ത്. എന്നിട്ട് നമ്മള് അതിനെ നടന്നു പോകുമ്പോൾ വിളിച്ചേർത്തി അതിന്റെ മാംസം തെരുവുകളിൽ ജീവിക്കുന്നവർ നൽകണത് എനിക്ക് കാണാൻ കഴിയും. നമ്മളാകെ ഷെയർ കൊടുത്തുകൊണ്ട് നമ്മളെ ബാധ്യത കഴിക്കണ ഒരവസ്ഥ. ഷെയർ കൊടുത്ത് നല്ല പുതിയൊരു ഡ്രസ്സ് കൊടുത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാണ്ട് 2 സെൽഫി എടുത്തുകൊണ്ട് കുടുംബത്തിന്റെ ഒപ്പം ഫോട്ടോ എടുത്താൽ നമ്മളെ ഒതുയത്തും അല്ലെങ്കിൽ വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു എന്നാണ്. എത്ര ആൾക്കാർ സ്വന്തമായി ഒരു ഉരു വാങ്ങാൻ, വലിയ ഉരു വാങ്ങണമെന്നല്ലോ, പേരിനും പൊങ്ങച്ചല്ലോ, അവനെ കൊണ്ട് കഴിയാവുന്ന ഒറ്റ ബലിമൃഗം വാങ്ങാൻ കഴിയണത് വരെ 9,500 കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായി 4 ഫോട്ടോ എടുത്ത. അതിനപ്പുറം റസൂലുള്ള സ്വന്തം കൈ കൊണ്ടറുത്ത് കുഴങ്ങിയപ്പോ സഹാബത്തിന് അലിയുടെ കയ്യിലേക്ക് കത്തി കൊടുത്ത് അറുക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ബലിപെരുന്നാള് അറുക്കാനും കർമ്മങ്ങൾക്കും ഉത്തരേന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൂലി കൊടുത്തിടുന്ന ഏൽപ്പിച്ച് 10,000 റുപ്യ ഷെയറും കൊടുത്താൽ എത്ര കണ്ട് അതാവുമെന്ന് എനിക്കറിയില്ല. അവനവന്റെ വിശ്വാസവും ആചാരങ്ങൾക്കും അനുസരിച്ചാണ്. പക്ഷെ ദീനിൽ ചില നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടുകളിലേക്ക് നമ്മൾ പോകണം. സ്വന്തമായി കഴിയുന്ന ആൾക്കാർ ഒതുയത്തിന്റെ സ്വന്തമായി തന്നെ അതിനൊരു 5-6 ദിവസം 10 ദിവസമോ ഒക്കെ നോക്കി വളർത്തി അവനവന്റെ മകനെ അർത്തിന് അതിന് ഓർമ്മ പുതുക്കാണ്. എന്നിട്ടോ ഈ കോലത്തില് അത് മാറണം എന്നൊരഭിപ്രായമുണ്ട്. ഇനി ഷെയർ കൂടാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഒതുഹ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ്
ഓർമ്മപ്പെടുത്താള്. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ പുതിയ തലമുറയല്ലേ, ഈ പുതിയ തലമുറ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കുട്ടിക്ക് മൊബൈൽ ഫോൺ വേണ്ട. ഞാൻ 1000 വട്ടം പറയണു. എനിക്ക് വിഷമായി. ഞാൻ എൻ്റെ മോനോടെ 10ാം ക്ലാസ്സിലെത്തി. അവനോട് പറഞ്ഞിന്ന്, മോനെ 23 വയസ്സായി അതെനിക്ക് ഞാൻ ഫോണ് തരൂല കേട്ടോ. നിങ്ങൾ ഇവിടെ ഞാൻ ആ പെൺകുട്ടികളെ ക്യാമ്പിൽ വന്നു പോയ ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ആദ്യം ഓൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്നോട് ഞാൻ പറഞ്ഞില്ല 23 വയസ്സിനാണ് ഫോണ് തരുള്ളൂ, അതിനെനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, വാപ്പാനോട് ദേഷ്യമുണ്ടോ? എനിക്കറിയില്ലല്ലോ. പുതിയ തലമുറ ചിലപ്പോൾ ഈ 7ലും 8ലുള്ള പെൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായി അവന് നമ്മൾ കൊടുക്കണില്ല, ഈ പ്രശ്നമാവോ നിർത്തി അവനോട് ചോദിച്ചതാണ്. അതിന് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഫോൺ നമുക്കിത് കിട്ടുന്നുണ്ടല്ലോ, ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് പാപ്പ എനിക്ക് ഫോൺ വേണ്ടാന്ന്. അങ്ങനെ തന്നെയാണ് അവൻ മറുപടി പറഞ്ഞത്. നമ്മൾ ഈ പെൺകുട്ടിയൊക്കെ എന്തിനാ ഫോൺ വാങ്ങിക്കൊടുത്തത്? എല്ലാവരും ഉദ്ദേശിച്ച് ഈ കുട്ടിയൊക്കെ എന്തിനാ ഫോണിന്റെ ആവശ്യമുള്ളതുണ്ടാവും. ഒന്നുകിൽ സ്വന്തം ബാപ്പാന്റെയും ഉമ്മാന്റെയും ഫോണ് മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് പേടിയാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഫോണ് മക്കൾക്ക് കൊടുക്കാൻ പേടിയാണ്. അവരത് ഉപയോഗിച്ച നമ്മളെക്കാൾ വിവരം ഓൽക്കുണ്ടല്ലോ. നമ്മൾ കണ്ട വീഡിയോസും നമ്മൾ പോയ സൈറ്റും നമ്മൾ ചാറ്റ് ചെയ്തതും അത് നമ്മളെക്കാൾ വളവിൽ പിടിക്കാൻ മക്കൾക്ക് അറിയും. അത് പിടിക്കപ്പെടരുതെന്നുള്ളതുകൊണ്ട് ഓല് സ്വതന്ത്രമായി കൊടുത്ത് ഓലാണ് പോയിക്കോലോ. അല്ലെങ്കിൽ ശല്യം ഒഴിവാക്കാനാണ്. ഈ കുട്ടികളെ ഇറങ്ങാനാക്കി വേറെന്തെങ്കിലും ആയി തീരുമോ എന്നുള്ള പേടിയില്ല. ഒരാലോചന ആ വിഷയത്തിൽ വേണം. ദീന് പാലിക്കണുണ്ടോ എന്ന് തന്നെ നോക്കണം കേട്ടോ. മക്കൾ എത്ര വലിയ തറവാട്ടിൽ നിന്ന് പോകുകയാണെങ്കിലും വലിയ തറവാടിന്റെ മഹത്വമൊക്കെ നമുക്ക് പറയണ്ടാവും. കുട്ടികൾ ഇടുന്ന റീൽസും ഫോട്ടോസും അതൊക്കെ ചിലപ്പോൾ ഒക്കെപ്പാടെ തടയാൻ നമുക്ക് കഴിയൂല. പക്ഷെ ഇടുന്ന അവനാന്റെ ഔറത്തേലും മറക്കണ്ടെന്ന് ഉറപ്പിക്കണ്ടേ? നാട്ടുകാർക്ക് കാണാൻ ഇട്ട് കൊടുക്കണത് അതിന് കഴിയില്ലേ? പ്രശ്നമല്ലേ? അതിന് ധാർമ്മികമായ ബോധം നൽകണം, മതപരമായ ബോധം നൽകണം. ആകെയുള്ളത് മദ്രസ വിദ്യാഭ്യാസമാണ്. അത് പല ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ അല്ലെങ്കിൽ പല സ്കൂളുകളുടെയും വരവിൽ അവിടെ മോറൽ സ്റ്റഡി ഉണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് പോയി. മദ്രസ വിദ്യാഭ്യാസം, മദ്രസന്റെ അഡ്മിഷന്റെ ഒക്കെ സമയമാണ്. മക്കളെ മദ്രസന്റെ അഡ്മിഷൻ നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആലോചിച്ചിട്ടുണ്ടാവും. SSLC +2 റിസൾട്ട് വന്ന് അല്ലേ, പല മക്കൾക്കും പലതും നേടി. നമ്മൾ അന്വേഷിച്ചു പോയിട്ടുണ്ടാവും ഏറ്റവും നല്ല കോളേജ്. നല്ല കാര്യം തന്നെയാണ്. ഏത് കോളേജ് അന്വേഷിച്ചു പോയാലും ഒപ്പം ധാർമ്മികമായ ബോധമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാപ്പ മരിച്ചിട്ട് ഉമ്മ അവനാൻ്റെത് മുഴുവൻ വിറ്റിങ്ങാണ്ട് ഒരു കുട്ടിക്ക് വേണ്ടി ജീവിച്ച് ആ ഉമ്മയാണ് MBBS പഠിച്ചെന്നവന്റെ കത്തിക്ക് ഇരയായത്. വാർത്ത നമ്മൾ നോമ്പ് കാലത്ത് പരസ്പരം ചർച്ച ചെയ്തതാണ്. എന്തുണ്ടായ കാര്യം? എന്നിട്ടും അവന്റെ പക തീർന്നിട്ടില്ല. ധാർമ്മിക ബോധം കൊടുക്കാതെ, മതപരമായ വശം അറിയിച്ചു കൊടുക്കാതെ, ഇന്നത് നീതി, ഇന്നത് സത്യം, ഇന്നത് അസത്യം എന്ന് പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ മക്കളെ വളർത്തിയിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ പിന്തലമുറ നഷ്ടത്തിലാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലെ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചു നടത്തത്തിന് തയ്യാറാവുക, സ്വന്തം വീട്ടിക്ക് മടങ്ങുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കോളി. സുബൈ വാങ്ങുകൊടുത്താൽ നിസ്കരിക്കണം പള്ളിയിൽ നിന്നാണല്ലോ അല്ലെ. ആണുങ്ങള് പള്ളിക്ക് തന്നെ പോകണമെന്നാണല്ലോ സുബൈ ജമാഅത്തിന്റെ കാര്യം. മറ്റു ജമാഅത്തുകളിൽ എന്റെ മോളെ എന്റെ കൂടെ ഇന്നോടത്തേക്ക് പോകുമ്പോ ഏത് വേഷമാണ്, എന്റെ ഭാര്യ ഏത് വേഷമാണ്? നിങ്ങൾ കല്യാണ സൽക്കാരമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ദീനെവിടെ എന്നൊന്നിങ്ങനെ പരിശോധിച്ചിട്ടേ ഒന്ന് ടിക്കറ്റോ. നമ്മൾ വട്ടപൂജകാരം. ആ വട്ടപൂജത്തിൽ നിന്ന് തിരിച്ചു നടത്താനാണ് പിന്തലമുറയിൽ നല്ല പേരുണ്ടാണ് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചില്ലേ? മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചതാ. ഹൃദയം തുറന്ന് നമ്മളും പ്രാർത്ഥിക്കണം. മക്കളെ വിഷയത്തിൽ ഇടപെടണം, ചെറുപ്പക്കാരിടപെടണം, പുതിയ തലമുറ കടന്നു വരണം. ഏതോ ഒരു മഹാൻ എഴുതി വെച്ച് അദ്ദേഹത്തിന്റെ വരികളിൽ, പള്ളികളുടെ പിറകുവശത്ത് നിന്ന്, ശരിക്കെഴുതി വെക്കണേ, പള്ളിയുടെ പിറകുവശത്ത് നിന്ന് പിഞ്ചുകുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും ശബ്ദവും കേൾക്കാത്തിടത്ത്, മസ്ജിദിന്റെ പിറകുവശത്ത് നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും വർത്തമാനങ്ങളും കേൾക്കാത്തിടത്ത് അടുത്ത തലമുറയില്ല, അടുത്ത തലമുറ നാശമാണ് എന്നത് നീ കുറിച്ചു വെച്ചേക്ക് എന്നാ രേഖപ്പെടുത്തിയത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളെയും വേറെ കുട്ടികളെയും നമ്മൾ പള്ളിക്കൊക്കെ കൊണ്ടുവരണമെന്ന്. രണ്ടാമത്തത്, കുട്ടികൾ വരണമെങ്കിൽ സ്ത്രീകളും വരണല്ലോ. എടവണ്ണ പള്ളിയിലോ ജുമാക്ക് ഇത്ര ആള് 1000-600 സ്ത്രീകളുണ്ടായിന്ന്. 600 അല്ലല്ലോ, 3000-4000 പേരുടെ അടുത്താണ് ഈ 600. ബാക്കി എവിടെ? നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ പെൺമക്കളെവിടെ? നമ്മുടെ മരുമക്കളെവിടെ? അവർ ജീവിതത്തിൽ ഏതൊക്കെ ജുമാക്ക് പങ്കെടുത്തു, ഏതൊക്കെ ഖുർആൻ ക്ലാസുകളിലുണ്ടായി, ഏതൊക്കെ സമ്മേളനങ്ങളിൽ ദീന് കേൾക്കുന്നിടത്തവരുണ്ടായി? ഒരാത്മാർത്ഥമായ വിചാരണ വേണ്ടേ? നമ്മളെ പറ്റി ചോദിക്കണ്ടേ?
തിരുത്തലുകൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നെഞ്ചൊരുക്കി, പടച്ചറബേ ലോകത്തോട് ഞാൻ വിടയല്ലി പോകുമ്പോ ഇന്നെപ്പറ്റി നല്ല പേരോടുകൂടി ഹുസ്നുസുമ്മയോടുകൂടി പോകാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എന്ന് പറയാൻ ആത്മാർത്ഥമായി സ്വന്തം വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി ഒരു വിചാരണക്ക് നമ്മൾ തയ്യാറാവണമെന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികൾ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദഹിയത്ത് ഒറ്റക്ക് ചെയ്യണോല് കഴിയുക, അല്ല ഷെയർ ചെയ്ത് അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മറ്റു നമ്മുടെ മദ്രസയിലെ അഡ്മിഷന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 7 മണി 9 മണിയുടെ ഇടയിൽ മക്കളെ ചേർക്കാനായി അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കണം. മറ്റൊന്ന് 25-ാം തീയതി ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 4 മണി മുതൽ നമ്മളമുണ്ടെങ്കിലും മഹല്ല് കമ്മിറ്റി പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് കേരള നേതൃത്വ മുജാഹിദിന്റെ മണ്ഡലം സമ്മേളനം നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ കുടുംബസമേതം നമ്മൾ എത്ര പേർ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് ഖുതുബ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ആ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടുണ്ടാകുവാനും അതോടൊപ്പം അതിന്റെ സാമ്പത്തികമായ സഹായം ആരോ ഒരാൾ പറഞ്ഞു, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പിരിച്ചാൽ ലക്ഷങ്ങൾ ചിലപ്പോൾ ബക്കറ്റിൽ വരും. എന്തെങ്കിലുമൊക്കെ ഒരു ദാവാ സംരംഭത്തിന് വേണ്ടി പറഞ്ഞാൽ 30,000 40,000 50,000 കിട്ടുന്ന പള്ളി കാണാം, വേറെ 3,000 2,000 1,500 ആയി ചുരുങ്ങും. ദഅവത്താണ് മുഖ്യം. കാരണം ദുനിയാവ് മൊത്തം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങൾ കാരണം ഒരാൾ സന്മാർഗത്തിലായാൽ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നന്മയുടെ മാർഗത്തിൽ ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ നിങ്ങൾ ആത്മാർത്ഥമായി ഓരോരുത്തരും അവനാനെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഉണ്ടാവണം എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് വിട ചെല്ലുമ്പോൾ നല്ല പേരുമായി സൽപേരുമായി ലോകത്തോട് വിട ചെല്ലാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൽപേര് നൂറ്റാണ്ടുകൾക്കിപ്പുറവും സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും നിലനിൽക്കുന്നത് പോലെ അടുത്ത തലമുറയിലും നല്ല പേരോടുകൂടി നമ്മുടെ പേരമക്കളെയും ഒക്കെ ദീനിന്റെയും ഇസ്ലാമിന്റെയും മാർഗത്തിൽ വിശ്വാസത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും വേഷവിധാനത്തിലും നമസ്കാരത്തിന്റെ കാര്യത്തിലും കർമ്മങ്ങളിലും ദീനിന്റെ കൾച്ചർ നിലനിർത്താൻ മനസ്സും ശരീരവും അതിനുവേണ്ടി ശ്രമിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. വളർന്നു വരുന്ന തലമുറക്ക് മുമ്പിൽ ദീനിന്റെ നേരായ മാർഗം കാണിച്ചു കൊടുത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യകതകൾ മനസ്സിലാക്കി നിർവഹിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുവാൻ അവരെയും നമ്മെയും ഉപദേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين. آمين آمين برحمتك يا